ഹലോ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്, നമ്മുടെ ഒരു സ്മോൾ ട്രിപ്പാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് ഹായ് പറഞ്ഞു ചേച്ചു. ഹായ്. കാപ്പിക്കാരനെ നോക്കട്ടെ. റെയിൽവേ സ്റ്റേഷനിലെ കാപ്പി. നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ ഐശ്വര്യമായിട്ട് അലീന ചേച്ചിയുടെ കാപ്പി കുടിച്ചിട്ടാണ് നമ്മൾ തുടക്കം കുറിച്ചത് കേട്ടോ. പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും വിശപ്പിൻ്റെ ഒരു അസ്കിത അല്ലെങ്കിൽ പേമാരിയായിരുന്നു. കുറേ പേർക്ക് ചിപ്സ്, നേച്ചു അങ്ങനെ ഉറങ്ങി അപ്പം തന്നെ. പിന്നെ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഈ എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ചത്തേ ചതഞ്ഞേ എന്ന പോലെ ആയിരുന്നു. ആസ് യൂഷ്വൽ കഴിഞ്ഞ ട്രിപ്പിൽ ഉണ്ടായിരുന്ന പോലെ ചിക്കൻ കറിയും ബ്രെഡും ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഒരു ചേഞ്ച് ഉണ്ട്. അലീന ചേച്ചിയുടെ വകയല്ല ചിക്കൻ കറി, അലൻചേട്ടൻ്റെ വകയാണ് ചിക്കൻ കറി. അതോടൊപ്പം നമ്മൾ ദോശമാവൊക്കെയാണ് രാത്രി കഴിക്കാനായി എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ബാക്കിലിരിക്കുന്ന 3 എണ്ണവും ഛർദിയുടെ ആൾക്കാരായിരുന്നേ. 2 ദിവസമായിട്ട് ഛർദിയും വയ്യായ്കയും കൊണ്ട് നടക്കുകയായിരുന്നു. ആ ഇറങ്ങുന്ന മീൻസ് നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടി ഒരു 3:30ക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഒരു 4 മണിക്കാണ് ഞങ്ങൾ പോവാൻ എന്ന് തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ അലഞ്ചായിട്ടും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകേണ്ട അവസ്ഥ വരുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാം ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒന്നൊരു പ്രശ്നമില്ലേന്ന്. പക്ഷെ എല്ലാം മരുന്നിൻ്റെ ബലത്തിലാണ് ഈ കാണിക്കുന്ന എല്ലാം കാണുന്നത്. അപ്പോൾ വയറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ചിക്കൻ കറിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷെ അങ്കിതേച്ചിക്ക് നേരെ തിരിച്ചായിരുന്നു, അധികം കഴിക്കാൻ തോന്നിയില്ല. പക്ഷെ അജു കഴിച്ചു, ഞാൻ കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ പ്രോഗ്രാം കാണാൻ എത്തി. അപ്പം ഈ പ്രോഗ്രാമിനാണ് വന്നത്. ഈ കണ്ട പോലെ അഖില, അതുപോലെ ലിപിൻ, പിന്നെ നമ്മുടെ അഫ്സൽ, ഇവരുടെ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതെ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ഹോം ടൂർ അല്ലെങ്കിൽ Airbnb ടൂർ അടിച്ചാലോ? അപ്പോൾ നേരെ കയറി വരുന്നു. ഇതൊരു ഹോളാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും എന്താ പറയുക, ഒരു കൊട്ടാരത്തിൽ ഫീല് അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. നേച്ചൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുറേ കാറും കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതൊരു റൂമാണ്. ഇതിൽ മാത്രമാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ളത്. ഇതൊരു വലിയ റൂമാണ്. ഏറ്റവും വലിയ റൂം ഇതാണ്. കാരണം 2 സൈഡിലും ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം. ഇതും അത്യാവശ്യം കുഴപ്പമില്ല, അതിൻ്റെ അത്ര സ്പേസ് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ എല്ലാം ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ലുക്കുള്ളൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. ഇനി കാണാൻ പോകുന്നതാണ് 3rd റൂം. ഇത് അത്യാവശ്യം കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇപ്പോൾ സിദ്ധു കാണിക്കുന്നില്ല, അതിലൂടെ നമുക്ക് കിച്ചണിലേക്കും നമുക്ക് ഒരു ഇരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കും പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഡൈനിങ് സ്പേസ്. ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്താ പറയുക, ബാക്ക് സൈഡാണ് വീടിൻ്റെ. പിന്നെ ഇതിൽ കൂടെ കിച്ചണിലേക്കും വരാം. അപ്പം ഞാൻ അങ്ങനെ മൊത്തത്തിൽ അവിടെ ഇവിടെ, കാരണം ഞാനിത് എടുക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് കയറുന്നതും. ഇപ്പോൾ നോക്കുമ്പോഴാണ് അലഞ്ചേട്ടനും കിച്ചണും തമ്മിൽ ഭയങ്കര ഒരു എന്താ പറയുക മാച്ചിങ് ഉണ്ടെന്ന് മനസ്സിലായത്. ശരിയാ, സിദ്ധുവിനും മാച്ചിങ് ഉണ്ട്. കാരണം എല്ലാം ഓൾമോസ്റ്റ് വൈറ്റ് ആണ്. നമ്മുടെ കിച്ചണിൽ നിന്ന് ഒരു വഴിയുണ്ട്. നമ്മളൊരു റൗണ്ട് ആണ് ഇപ്പോൾ അടിച്ചത്. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അത് രാവിലെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. പിന്നെ കുറച്ച് കബേർഡ്സും കാര്യങ്ങളൊക്കെ, അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നേരെ വീണ്ടും ഹാളിലേക്ക് എത്തും. ഇവിടെ നമുക്ക് ഷവർ ചെയ്യാനും അതുപോലെ വാഷ് ബേസിനും കാര്യമൊക്കെ ഉള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു റിച്ച് ഫീലാണ്. ഞങ്ങൾ തന്നെ ഒരു രാത്രിക്ക് ഇത്രയും വേണമായിരുന്നോ എന്ന് തോന്നി. പക്ഷെ എന്താ പറയുക, ഒരുപാട് നേരം അവിടെ നിന്ന് നമുക്ക് അതൊന്നും ആസ്വദിക്കാനുള്ള സമയം കിട്ടിയില്ല. രാവിലെ തന്നെ ഇറങ്ങേണ്ടി വന്നു. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കലായി.
രാത്രിയത്തെ സീൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് രാവിലെ ആയിട്ടോ. ദോശയും ചിക്കൻ കറിയാണ്. നമ്മുടെ അലീന ചേച്ചി ദോശ ചുടുന്നു, പ്ലസ് അങ്കിത ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ രാവിലെ എണീറ്റ് ഒന്നാമതേ വയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നതിൻ്റെ ഒരു ടെൻഡൻസിയും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഹെൽപ്പൊന്നും ചെയ്തില്ല. അങ്ങനെ നമ്മൾ റെഡിയായി, നമുക്ക് പോകാനുള്ള എല്ലാം സെറ്റായി, നമ്മൾ വെക്കേറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ നമ്മൾ വീടിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന് വീണ്ടും കയറി പോകുന്നു. പാട്ട് പാടി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് ഒരു വ്യൂ കണ്ടു, നമ്മൾ നിർത്തി. അപ്പോൾ കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കിട്ടിയപ്പം എനിക്ക് കുറച്ച് സമാധാനമായി കേട്ടോ. കാരണം രാവിലെ എണീറ്റ് ഭക്ഷണം കഴിച്ചതും കാറിനകത്ത് കയറിയതാണല്ലോ. അങ്ങനെ അവിടെ നിന്നും കുറച്ച് റീൽസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. റീൽസൊന്നും ഇതിൽ കാണില്ല, എന്നാലും വീഡിയോസും അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വരും. Bread for you. കഴിച്ചോ? Eat my boys. Eat. പോലീസ് വണ്ടി. ഫോട്ടോ എടുക്കാൻ ആകെ ഇഷ്ടമുള്ള ഒരാൾ അലഞ്ചേട്ടൻ മാത്രം കേട്ടോ. അജുനാണെങ്കിലും നമ്മുടെ ഫോട്ടോ എടുക്കുന്നതിനും അജുവിൻ്റെ ഫോട്ടോ എടുക്കുന്നതിലും താല്പര്യമില്ല. സെയിം ആണ് സിദ്ധു. എനിക്ക് തോന്നുന്നു അജു പിന്നെയും ചെയ്യും, എനിക്കറിയില്ല, രണ്ടുപേരും ഏകദേശം ഒരുപോലെ ഒന്നും. പക്ഷെ അലഞ്ചേട്ടൻ ആത്മാർത്ഥതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യും. കാരണം അലഞ്ചേട്ടൻ അതിനോട് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത് വേറെ കാര്യം. അവിടെ റീൽസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. നായകൻ നമ്മുടെ അലഞ്ചേട്ടനും അലീന ചേച്ചിയാണ്. ബാക്കി ഞങ്ങളും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലിപ്പ് മാത്രമേ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അടുത്ത സ്ഥലത്തോട്ടേക്കുള്ള യാത്രയായി. അതിൻ്റെ പോകുന്ന വഴിയിൽ കുറച്ച് ഭംഗികളൊക്കെ നമുക്ക് ആസ്വദിച്ചാലോ. പോകുന്ന വഴിക്ക് നല്ല തെളിഞ്ഞ ഇത്രയും ഭംഗിയുള്ളൊരു വെള്ളം കാണുമ്പോൾ നമ്മൾ നിർത്താതിരിക്കുന്നത് മോശമല്ല. അങ്ങനെ ഞങ്ങൾ നിർത്തി കുറച്ചു നേരം അവിടേക്ക് നിന്നു. എന്നിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. ഇപ്പം നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
ജാക്സൺ ഓർച്ചേർഡ്സിലേക്കാണ്. പ്രൊനൗൺസ് ചെയ്ത് കറക്റ്റാണോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് അങ്കിത ചേച്ചിയുടെ ഏതൊരു ഫ്രണ്ട് പണ്ട് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി അന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇത് ഓർമ്മ വന്നപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അതായിരുന്നു ഏറ്റവും ഈ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്. കാരണം കുറേ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കിട്ടി. അത് തന്നെയാണ്. പിന്നെ നമുക്കത് എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഈ ട്രീസ് ചെറി ബ്ലോസത്തിൻ്റെ ചെടിയാണ്, മീൻസ് മരമാണ്. അതായത് ഈ പൂക്കൾ പൂക്കുന്നൊരു സമയമുണ്ടല്ലോ, അതിൻ്റെ ഇലയാട്ടോ ഇത്. അപ്പം ആ സമയത്തും ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ക്രോംവെല്ലിലാണ്, അതായത് ഡനഡിൻ ടു ഇൻവർക്കാർഗിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഇൻ ബിറ്റ്വീൻ ഉള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ടൗൺ ഓട്ടം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാനായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ലേറ്റായി, പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ. You're my mommy shark. I'm daddy shark. Baby shark. പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കൊരു ഓർമ്മയില്ല ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. ബാക്കിയുള്ളവരോട് ചോദിച്ചിട്ട് ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൽ ഞാൻ ടൈപ്പ് ഇടുന്നതായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാണുന്ന പോലെ തന്നെ കാണുന്നതിനെക്കാട്ടിലും നല്ലതായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം നിർത്തി നമ്മൾ ആ വ്യൂ എല്ലാം കണ്ട് കുറച്ച് സെൽഫി ഫോട്ടോ ഒക്കെ എടുത്ത്, അധികം എടുത്തില്ല കാരണം ആരോ ടൗൺ എത്തണ്ടേന്നുള്ള ഒരു എന്താ പറയുക മനസ്സിലൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. ഇതൊരു സാധാരണ റിവർ അല്ല കേട്ടോ. ന്യൂസിലൻഡിലെ മോസ്റ്റ് പവർഫുൾ ഗ്ലേഷ്യൽ റിവേഴ്സിൽ ഒന്നായ ഖാവറാവ് റിവറാണ്. നേരത്തെ നിങ്ങൾ കേട്ട ആ റോറിംഗ് സൗണ്ടില്ല, അത് കാരണം കൊണ്ടാണ് ഇവിടെ റോറിംഗ് മെഗ് എന്ന് വിളിക്കപ്പെടുന്നത്. ഇവിടെ കണ്ട ഹൈഡ്രോ സ്റ്റേഷൻ 1936 മുതൽ ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശക്തിയെ ക്ലീൻ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണ്. നേച്ചറിൻ്റെ റോ പവറും അതുപോലെ മനുഷ്യൻ്റെ ബ്രില്യൻസും കൂടെ ഉള്ളൊരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ റിവറിൻ്റെ ഒഴുകൽ മാത്രമല്ല, ഇറ്റ്സ് റോറിംഗ് വിത്ത് ഹിസ്റ്ററി, പവർ ആൻഡ് ബ്യൂട്ടി. അങ്ങനെ ഫൈനലി നമ്മൾ ആരോ ടൗണിൽ എത്തി. ആരോ ടൗൺ ഫെസ്റ്റിവൽ കാണാൻ നമ്മൾ ആരോ ടൗണിൽ എത്തിയിരുന്നു. ഒരു ആപ്പിൾ മരത്തിൻ്റെ ചോട്ടിലായിരുന്നു നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. ചോട്ടിലല്ല, അജു പറിക്കുന്നൊരു വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, പക്ഷെ പറിച്ച് വരുന്നതുണ്ട്. പിന്നെ ഈ റെക്കോർഡിങ്സ് എല്ലാം ഈ ട്രിപ്പ് പോയതേ കഴിഞ്ഞ ഏപ്രിലാണ്. അത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്തത് ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് പകുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ മാറിയപ്പം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ആകെ പ്രശ്നം. എഡിറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാണും ഇതിൽ. അല്ല, അവിടെ എന്തോ ഉണ്ട്, ഭയങ്കര റഷ്. റൈറ്റ് നൗ നമ്മൾ ആരോ ടൗണിലാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ആരോ ടൗൺ വിശേഷങ്ങളാവാം. ക്വീൻസ് ടൗണിൽ നിന്ന് അടുത്തുള്ളൊരു ക്യൂട്ട് ലിറ്റിൽ ഹിസ്റ്റോറിക് വില്ലേജാണ് നമ്മുടെ ഈ ആരോ ടൗൺ. ഇപ്പോഴും ആ പഴയ കോട്ടേജസും അതുപോലെ പീസ്ഫുള്ളായ സ്ട്രീറ്റ്സും ഇപ്പോഴും നമുക്ക് ആ ഒരു ഓൾഡ് ഫീലിങ്സ് തരുന്ന ഒരു പ്ലേസാണ് ആരോ ടൗൺ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഓട്ടം സമയത്ത് അവിടെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. കാരണം ആ പ്ലേസിൻ്റെ ഹൈലൈറ്റും അതാണ്. കാരണം അവിടെ കുറേ ട്രീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓട്ടം സമയത്ത് പല കളറിൽ മീൻസ് പല ചേഞ്ചസും ആ ലീവ്സിൽ കാണാം നമുക്ക്. ഓറഞ്ച്, യെല്ലോ, റെഡ്, അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ്. ഒന്നാമത് നമ്മൾ ലേറ്റായി വന്നുകൊണ്ട് തന്നെ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കുറേ പ്രോഗ്രാംസൊക്കെ മോർണിംഗ് ഉണ്ടായിരുന്നു. നമ്മളൊരു ഈവനിങ് സമയത്താണ് എത്തിയത്. ഓൾമോസ്റ്റ് എല്ലാം തീരാറായിരുന്നു സമയത്ത്. അപ്പം നമുക്ക് ആ ഒരു ടൗണും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം.
പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ട്രക്കും അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അങ്കിത ചേച്ചി മാത്രമാണ് ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗോ മാത്രം കഴിക്കുന്നത്. ഞാൻ മറ്റുള്ള മീറ്റ്സ് കഴിക്കുമെങ്കിലും ഈ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ കഴിക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ. അങ്ങനെ പുറത്തുനിന്ന് ബർഗറിലൊന്നും എനിക്ക് ബീഫോ അല്ലെങ്കിൽ ഹാമോ അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതിനുവേണ്ടി കുറേ അലഞ്ഞു. അപ്പം അതിനുശേഷം നമ്മൾ പണ്ടത്തെ ഒരു സ്റ്റീം എഞ്ചിൻ കണ്ടു. അപ്പോൾ നേച്ചുവിനെ അവിടെ കയറ്റി സിദ്ധു അങ്ങനെ ഹോണൊക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങളുടെ ഈ 2 days ട്രിപ്പ് ഞാനൊരു ലെങ്തി വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ. ബൈ.